അയൽ രാജ്യത്തിന്റെ അനുമതിയില്ലാതെ ഒരു രാജ്യത്തിന്റെ മണ്ണിലെത്തി അവകാശവാദം ഉന്നയിക്കാൻ ലോകത്തെവിടെയും കഴിയില്ലെങ്കിലും നെതന്യാഹുവിന് എല്ലാ നിയമവും കാറ്റിൽ പറത്താമെന്ന് തെളിയിക്കുന്നതിന്റെ ദൃശ്യമാണിത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കയ്യേറിയ സിറിയയിലെ ഹെർമോൺ മലനിരകളിലെത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കയ്യേറ്റത്തെ ന്യായീകരിച്ചത്. അതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ് പുതുതായി പിടിച്ചടക്കിയ ഹെർമോൺ മലനിരകൾ. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ബദൽ സംവിധാനം വരുന്നതുവരെ സിറിയൻ പ്രദേശത്ത് സൈന്യം തുടരുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ബഫർ സോണിൽ നിന്ന് സേന ഉടൻ പിന്മാറണമെന്ന് അറബ് രാജ്യങ്ങളും തുർക്കിയെയും ആവശ്യപ്പെട്ടിരുന്നു. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് നാടുവിട്ട അതേ ദിനത്തിലാണ് സിറിയൻ അതിർത്തി കടന്ന് 400 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇസ്രായേൽ കയ്യേറിയത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. 1974 വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള കടന്നുകയറ്റമാണിതെന്ന പ്രതിഷേധങ്ങൾ അവഗണിച്ചാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം. മേഖലയിൽ അതിവേഗം സാന്നിധ്യം ശക്തമാക്കിയും സുരക്ഷയൊരുക്കിയും സൈനിക വിന്യാസം നിലനിർത്താൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനത്തെക്കുറിച്ച് സിറിയയിലെ പ്രതിപക്ഷ സഖ്യമായ HTS പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ രാജ്യം ഇടത്താവളമാക്കാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ HTS മേധാവി ജൂലാനി അറിയിച്ചിരുന്നു. സിറിയയിലെ പുതിയ ഭരണകൂടവുമായി വിവിധ രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡമസ്കസിലെ ഖത്തർ എംബസി ചൊവ്വാഴ്ച തുറന്നു. സിറിയയിലെ ഡമസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് പുനരാരംഭിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു.